PC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ നൽകി വരികയാണ്. ഒരു ദിവസം 4 ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാലത്ത് 10 മണിക്ക് GK ടോപ്പിക്, ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് 3 മണിക്ക് നമുക്ക് വരുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച നമ്മൾ 3ഉം കൂടെ കവർ ചെയ്യും. 2 ദിവസം ഇംഗ്ലീഷാണ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ആ ഒരു രീതിയിലാണ് പോകുന്നത്. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് ലൈവായിട്ട് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ്. ചുമ്മാ ചോദ്യോത്തരം പറഞ്ഞു പോവുകയല്ല, റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതും ടോപ്പിക് വൈസ് ആയിട്ട്. അത് രാത്രി 8 മണിക്കാണ്. ദെൻ രാത്രി 10:30ക്ക് എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്. അതും ലൈവായിട്ട് തന്നെയാണ്. അപ്പോൾ 2 ലൈവും 2 റെക്കോർഡറും, അങ്ങനെ 4 ക്ലാസ്സുകൾ നമ്മൾ ഒരു ദിവസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ടെലിഗ്രാമിൽ ഫോളോ ചെയ്യുക കേട്ടോ, കറക്റ്റായിട്ട്. കാരണം നമ്മൾ നിങ്ങൾക്ക് പഠിക്കേണ്ട ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ്, ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട് എഴുതി കൃത്യമായിട്ട് അവിടെ തരുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ, അല്ലാതെ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട നോട്ട്സ്, PDF, ഇതെല്ലാം നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ടെലിഗ്രാം വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫോളോ ചെയ്യുന്നവർ ഉറപ്പായിട്ടും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വെർബിനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് അല്ലേ. അപ്പോൾ അതിൽ പ്രൊനൗൺ എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിച്ചു, നൗണ് പഠിച്ചു, പ്രൊനൗണ് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് വെർബാണ്. അപ്പോൾ വെർബിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യം വരുന്നത്, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, മാക്സിമം ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു വീഡിയോയും കൂടെ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെർബിനെ കുറിച്ച് നോക്കാം. നോട്ടും പെന്നും റെഡി ആയിട്ട് വെക്കുക. നോട്ട് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ? എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെർബ് എല്ലാവർക്കും അറിയാം. എന്താണ് വെർബ് എന്ന് പറഞ്ഞാൽ? ക്രിയ എന്ന് പറയും അല്ലേ മലയാളത്തിൽ. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി. ഇപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? പഠിപ്പിക്കുന്നു അല്ലേ. പഠിപ്പിക്കുക, പഠിക്കുക, എഴുതുക, വായിക്കുക, ഓടുക, ചാടുക, നടക്കുക, കളിക്കുക, കുളിക്കുക, ഇതൊക്കെ എന്താണ്? നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് ആണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിനെയാണ് എന്തെന്ന് പറയുക? വെർബ് എന്ന് പറയുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ആക്ഷൻ, അതിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെർബിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അതിൽ ഓരോ ക്ലാസിഫിക്കേഷനായിട്ട് ഞാൻ പറയാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വെർബിനെ നമുക്ക് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്, ആദ്യം നമുക്ക് വെർബിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് എന്ന രീതിയിൽ 2ആയിട്ട് തരംതിരിക്കാം. ട്രാൻസിറ്റീവ് വെർബ് എന്നും ഇൻട്രാൻസിറ്റീവ് വെർബ് എന്നും നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇത് നമ്മൾ മലയാളത്തിലും പഠിക്കുന്നുണ്ട്. മലയാളത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ എന്ന് നമ്മൾ പറയും. അതാണ് സകർമ്മക ക്രിയയാണ് ട്രാൻസിറ്റീവ് വെർബ്, അകർമ്മക ക്രിയയാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ട്രാൻസിറ്റീവ് വെർബ് അല്ലെങ്കിൽ സകർമ്മക ക്രിയ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മളിപ്പോൾ ഒരു വെർബ് പറയുകയാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ലവ് എന്ന് പറയുന്ന ഒരു വെർബ്, ലവ് എന്ന് പറയുന്നത് ഒരു വെർബാണ്. അപ്പോൾ ഈ ഒരു വെർബിനോട് നമ്മൾ ആരെ, എന്തിനെ, ആരെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചോദിക്കുന്നത്? ഹൂം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ എന്തിനെ, വാട്ട്. ഈ 2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം തരുന്ന വെർബ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും. ഒരു വെർബ് തന്നിട്ട് അതിനോട് നമ്മൾ എന്ത് ചോദിക്കുന്നു? ആരെ, എന്തിനെ, ഹൂം, വാട്ട് എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ട്രാൻസിറ്റീവ് വെർബ് അല്ലെങ്കിൽ സകർമ്മക ക്രിയ എന്ന് പറയാം. ഇനി അങ്ങനെ ചോദിച്ചിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിലോ അതിനെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ലവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൂം അല്ലെങ്കിൽ വാട്ട്. ഓക്കെ, ആരെയാണ് സ്നേഹിക്കുന്നത്? ലവ്, സ്നേഹം. ആരെയാണ് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെയാണ് സ്നേഹിക്കുന്നത്? നമുക്ക് ഉത്തരം പറയാൻ പറ്റും അല്ലേ. ഐ ലവ് യു. ആരെയാണ് സ്നേഹിക്കുന്നത്? ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത്. അവിടെ ഉത്തരമുണ്ട് അല്ലേ. അതുപോലെ സി എന്ന് പറയുന്ന ഒരു വെർബ് നമ്മൾ എടുക്കുവാണെങ്കിൽ ആരെയാണ് കാണുക അല്ലേ, ആരെയാണ് കണ്ടത്, എന്തിനെയാണ് കണ്ടത്? അപ്പോൾ അതിനൊക്കെ ഉത്തരമുണ്ട്. ഞാൻ എന്ത് കണ്ടു? ഞാനൊരു സിനിമ കണ്ടു അല്ലേ. ആരെയാണ് കണ്ടത് അല്ലെങ്കിൽ എന്താണ് കണ്ടത്? ഒരു സിനിമ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ആൻസർ ഉണ്ട്. ആരെ,
എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ആൻസർ വരുന്നുണ്ട് അല്ലേ. ഇല്ലെങ്കിൽ എന്താണ് എഴുതുക, എഴുതുക ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുക. ആരെ എഴുതി അല്ലെങ്കിൽ എന്തിനെ എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഉണ്ട് അല്ലേ. എന്താണ് നമ്മൾ എഴുതിയതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ആൻസർ വരുന്നുണ്ട്. ആരെ, ഹൂം അല്ലെങ്കിൽ വാട്ട്. എന്താണ് എഴുതിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവുണ്ട്. ഞാൻ കഥയാണ് എഴുതിയത്, അല്ലെങ്കിൽ ഞാൻ നോവൽ എഴുതി, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷാണ് എഴുതുന്നത്. നമുക്കൊരു ആൻസർ ഉണ്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരെ, എന്തിനെ, ഹൂം, വാട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചോദ്യം ഒരു വെർബിനോട് ചോദിക്കുകയാണെങ്കിൽ അതിനൊരു ആൻസർ തരുന്നതാണെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും. ഇനി ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടത്തില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ലാഫ് എന്ന് പറയുന്ന ഒരു വെർബ് എടുക്കാം. ലാഫ്, ചിരിക്കുക, ഒരു വെർബാണ് അല്ലേ, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ചിരിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ആരെ ചിരിച്ചു, എന്തിനെ ചിരിച്ചു, ആൻസർ ഉണ്ടോ? ഇല്ല. ആരെ ചിരിച്ചു അങ്ങനെ ചോദിച്ചാൽ ആൻസർ ഉണ്ടോ? ഇല്ല. എന്തിനെ ചിരിച്ചു, ആൻസർ ഇല്ല അല്ലേ. എന്തുകൊണ്ട് ചിരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഉണ്ട്. പക്ഷെ ആരെ ചിരിച്ചു, എന്തിനെ ചിരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഉണ്ടോ? ഇല്ല. അതേപോലെ ക്രൈ, ക്രൈ കരയുക, ആരെ കരഞ്ഞു, എന്തിനെ കരഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ലാഫ്, ക്രൈ എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്തില്ല, ആൻസർ ഇല്ല. ആരെ, എന്തിനെ, ഹൂം, വാട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വെർബിനോട് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ ആൻസർ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ എന്തെന്ന് പറയാം, ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയാം. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വച്ചേക്കണം കേട്ടോ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങളിത് മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, വെർബിൻ്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സെക്കൻഡ് വൺ. ഏതാണ്? ഒന്ന് സ്റ്റേറ്റീവ് വെർബ്, സ്റ്റേറ്റീവ് വെർബ് എന്നും അതുപോലെ തന്നെ രണ്ട് ഡൈനാമിക് വെർബ് എന്നും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സ്റ്റേറ്റീവ് വെർബ് എന്നും ഡൈനാമിക് വെർബ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്റ്റേറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനും അതുപോലെ ഹാർട്ടും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വെർബുകൾ, ഇതിനെയൊക്കെയാണ് നമ്മൾ സ്റ്റേറ്റീവ് വെർബ് എന്ന് പറയാം. അതായത് നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ് അല്ലെങ്കിൽ ബ്രെയിനിനും ഹാർട്ടിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്നേഹം അല്ലേ, നമ്മുടെ ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആണ് സ്നേഹം എന്ന് പറയുന്നത്. ഫോർഗെറ്റ്, മറക്കുക, നമ്മുടെ ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അല്ലേ. ഓർമ്മിക്കുക, റിമെമ്പർ, ഇമാജിൻ, വിഷ്, ആഗ്രഹം, ഇതൊക്കെ എന്താണ് നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ് അല്ലെങ്കിൽ ബ്രെയിനും ഹാർട്ടും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, ഇപ്പം ലവ്, ഫോർഗെറ്റ്, റിമെമ്പർ എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ ബ്രെയിനുമായിട്ടും ഹാർട്ടുമായിട്ടും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ്, വിഷ്, ഇങ്ങനെയുള്ളതൊക്കെയാണ് സ്റ്റേറ്റീവ് വെർബ് എന്ന് പറയാം. ഇനി ഡൈനാമിക് വെർബ്, ഡൈനാമിക് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന ആക്ഷൻ ഉണ്ടല്ലോ, അങ്ങനെയുള്ള വെർബുകൾ. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു റൈറ്റ്, നമ്മൾ എഴുതുക, നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷനാണ്. പ്ലേ, കളിക്കുക, നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷനാണ് അല്ലേ. റീഡ്, നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷനാണ് വായിക്കുക എന്ന് പറയുന്നത്, റീഡിങ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഡൈനാമിക് വെർബ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ്, അങ്ങനെയുള്ള വെർബിനെയാണ് ഡൈനാമിക് എന്ന് പറയാം. നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ്, ഹേർട്ടും ബ്രെയിനും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചിന്തിക്കുക, ഓർമ്മിക്കുക, മറക്കുക എന്നൊക്കെ പറയുന്നത്, സ്നേഹം, ആഗ്രഹം എന്നൊക്കെ പറയുന്നത്, പ്രിഫർ, അതൊക്കെ എന്താണ് സ്റ്റേറ്റീവ് വെർബാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതും ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് വെർബിൻ്റെ. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും, രണ്ടാമത് പഠിച്ചത് സ്റ്റേറ്റീവ് വെർബും ഡൈനാമിക് വെർബും ആണ് പഠിച്ചത്. ഓക്കെ, ഇനിയും ഉണ്ട് ക്ലാസിഫിക്കേഷൻ. വെർബിൻ്റെ അടുത്ത മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് മെയിൻ വെർബ്, മെയിൻ വെർബ് എന്നും രണ്ട് ഓക്സിലറി വെർബ് എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മെയിൻ വെർബ് എന്നും ഓക്സിലറി വെർബ് എന്നും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെയിൻ വെർബ് അല്ലെങ്കിൽ നമ്മൾ പ്രിൻസിപ്പൽ വെർബ് എന്ന് പറയും, പ്രിൻസിപ്പൽ വെർബ് എന്ന് പറയും. ദെൻ ഓക്സിലറി വെർബിനെ നമ്മൾ സപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയും, സപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് വെർബ്, മെയിൻ വെർബ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വെർബ്, ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് എഗെയിൻ ക്ലാസിഫൈ ചെയ്യാം വെർബിനെ. അപ്പോൾ മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ പറയുന്നു എന്താ, ഹീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് നമ്മൾ പറയുകയാണ്. ഹീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ റൈറ്റിംഗ് എന്ന് പറയുന്നതാണ് എന്ത്, മെയിൻ വെർബ്. അവൻ എഴുതുകയാണ് അല്ലേ. അപ്പോൾ എഴുതുന്നു എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ മെയിൻ വെർബ് എന്ന് പറയുന്നത്. എഴുതുകയാണ് മെയിൻ വെർബ. ഈ മെയിൻ വെർബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ഈ ഈസ് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഓക്സിലറി വെർബ് എന്ന് പറയാം, ഓക്സിലറി വെർബ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മെയിൻ വെർബ് എന്താണെന്ന് മനസ്സിലായി. മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ ഹീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയുമ്പോൾ അതിൽ റൈറ്റിംഗ്, എഴുതുക എന്ന് പറയുന്നതാണ് മെയിൻ വെർബ്.
അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഈസ് എന്ന് പറയുന്നതാണ് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് വെർബ്. മെയിൻ വെർബിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന വെർബാണ് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ അടുത്തൊരു എക്സാമ്പിൾ, ഹീ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഹീ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഇവിടെ പ്ലേയിങ് എന്ന് പറയുന്നത് എന്താണ്? ഇത് മെയിൻ വെർബാണ്. അവൻ കളിക്കുന്നു എന്ന് പറയുന്നത് മെയിൻ വെർബാണ്. ഇവിടെ പ്ലേയിങ്ങിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈസ് വന്നിട്ടുണ്ട് അല്ലേ. ഈ ഈസ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി വെർബാണ്. ഈസ്, ആം, ആര്, വാസ്, വേർ, ഇതൊക്കെ എന്താണ്? അതെല്ലാം ഈ പറയുന്ന ഓക്സിലറി അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് വെർബാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പ്ലേയിങ്, റൈറ്റിംഗ്, റീഡിങ് എന്നൊക്കെ പറയുന്നതാണ് മെയിൻ വെർബ്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഈസ്, ആറ്, ആം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് എന്തായിട്ട് വരിക? ഓക്സിലറി വെർബായിട്ട് വരുന്നത്. ഈസ്, വാസ് അങ്ങനെയുള്ളതൊക്കെയാണ് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് വെർബായിട്ട് പറയാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പോൾ ഇതാണ് തേർഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വെർബിനെ വീണ്ടും അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് നാലാമത്തെ ക്ലാസിഫിക്കേഷൻ. നാലാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഇൻഫിനിറ്റീവ്, അതുപോലെ ജെറണ്ട്, മൂന്നാമത് പാർട്ടിസിപ്പിൾ. ഇങ്ങനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അടുത്ത ക്ലാസിഫിക്കേഷൻ ഇൻഫിനിറ്റീവ്, ജെറണ്ട് ആൻഡ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഇതിൽ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫിനിറ്റീവ്, ജെറണ്ട്, ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇൻഫിനിറ്റീവ് ആൻഡ് ജെറണ്ട്. എന്താണ് ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ബേസ് ഫോം ഓഫ് ദി വെർബാണ്. ബേസ് ഫോം ഓഫ് ദി വെർബ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇൻഫിനിറ്റീവ് എന്ന് പറയാം. അതായത് നമ്മൾ സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്ന വെർബ് അതിൻ്റെ ബേസ് ഫോം ആയിരിക്കും. ബേസ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? V1 ഫോം ആയിരിക്കും. V1, V2, V3 അറിയാലോ. V1, V2, V3 എങ്ങനെയാണ് എഴുതുക? ഇപ്പോൾ ഗോ എന്ന് പറയുന്നതാണെങ്കിൽ V1 ഗോ ആണ്, V2 എന്ന് പറയുന്നത് വെൻറ്റ്, പോയി, V3 എന്ന് പറയുന്നത് ഗോൺ ആണ്. അപ്പോൾ ഗോ, വെൻറ്റ്, ഗോൺ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ പറയുന്നതാണ് റൈറ്റ് അല്ലേ. റൈറ്റ് എന്ന് പറയുന്നത് V1 ആണ്. റോട്ട് എന്ന് പറഞ്ഞാൽ V2 ആണ്. റിട്ടൺ എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ V3 ഫോം എന്ന് പറയുന്നത് അല്ലേ. റൈറ്റ്, റോട്ട്, റിട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് V1, V2, V3 നമ്മൾ എഴുതുക. അപ്പോൾ അതിലെ ആദ്യം കിടക്കുന്ന ഫോമാണ് V1 ഫോം, അതാണ് ബേസ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്റൻസിൽ ബേസ് ഫോമിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഇൻഫിനിറ്റീവ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു മേ ഗോ ഹോം, നമ്മൾ പറയുകയാണ് യു മേ ഗോ ഹോം. അപ്പോൾ ഇവിടെ നമ്മൾ ഗോ എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ, V1 ഫോമാണ്. സോ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻഫിനിറ്റീവ് വെർബാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഇൻഫിനിറ്റീവിനെ തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബെയർ ഇൻഫിനിറ്റീവ് ഉണ്ട്, ടു ഇൻഫിനിറ്റീവ് ഉണ്ട് കേട്ടോ. ബെയർ ഇൻഫിനിറ്റീവും ഉണ്ട്, ടു ഇൻഫിനിറ്റീവും ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ബെയർ ഇൻഫിനിറ്റീവും ടു ഇൻഫിനിറ്റീവും. അപ്പോൾ അതിൽ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു യു മേ ഗോ ഹോം എന്ന് പറഞ്ഞില്ലേ, അതായത് V1 ഫോമിൽ നമ്മൾ എഴുതുന്ന, ബേസ് ഫോമിൽ എഴുതുന്നത്, അതാണ് ബെയർ ഇൻഫിനിറ്റീവ്. ടു എന്ന് പറയുന്നത് എന്താണ്? ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐ ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ് എന്നാണെന്ന് വിചാരിച്ചോ. ഐ ലൈക്ക് ടു പ്ലേ. അപ്പോൾ ഇവിടെ പ്ലേ എന്ന് പറയുന്ന V1ൻ്റെ കൂടെ എന്തും കൂടെ വന്നു? ഒരു ടൂവും കൂടെ വന്നു. അപ്പോൾ ഇങ്ങനെ ടു ചേർത്ത് പറയുന്ന വെർബിനെയാണ് നമ്മൾ ടു ഇൻഫിനിറ്റീവ് എന്ന് പറയാം. അപ്പോൾ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ബേസ് ഫോമിൽ എഴുതുന്നത് ബെയർ ഇൻഫിനിറ്റീവും, ടു ചേർത്ത് പറയുന്നതാണെങ്കിൽ അത് ടു ഇൻഫിനിറ്റീവും ആണ്. ഇങ്ങനെ നമുക്ക് ഇൻഫിനിറ്റീവിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ അടുത്തതായിട്ട് എടുക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഈ ക്ലാസിഫിക്കേഷൻ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്തതാണ് ജെറണ്ട്. ജെറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്. ING ഫോം ഓഫ് ദി വെർബാണ്. ഓക്കെ, ING ഫോം ഓഫ് ദി വെർബാണ് വരിക. അപ്പോൾ ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നൗൺ ആയിട്ട്. ഓക്കെ, ING ഫോം ഓഫ് ദി വെർബ്, വെർബിൻ്റെ ING ഫോമാണ്. അത് യൂസ് ചെയ്യുന്നത് നൗൺ ആയിട്ടാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അതിന് ജെറണ്ട് ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുക വലിക്കുക എന്നാണ് അല്ലേ. സ്മോക്ക് എന്ന് പറഞ്ഞാൽ പുക വലിക്കുക, അതൊരു വെർബാണ്. ഈ വെർബിൻ്റെ ഇപ്പോൾ കൂടെ നമ്മൾ ING ചേർത്തു. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അപ്പോൾ ഈ സ്മോക്ക് എന്ന് പറഞ്ഞാൽ പുകവലിക്കുക, അതിൻ്റെ കൂടെ ING ചേർത്തപ്പോൾ സ്മോക്കിംഗ്, അതായത് പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ പുകവലി എന്ന് പറയുന്നത് എന്താണ്? ഒരു നാമമായിട്ട്, ഒരു നൗണായിട്ട് മാറി. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു വെർബിൻ്റെ കൂടെ ING ഫോം ചേർത്തിട്ട് അത് നൗണായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതെന്താണ്? ഇതിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ വാക്ക് എന്ന് പറയുന്നു അല്ലേ. വാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെർബാണ്. വാക്ക്, നടക്കുക, ഒരു വെർബാണ്. ആ വാക്കിൻ്റെ കൂടെ നമ്മളൊരു ING ചേർത്തു, വാക്കിംഗ്.
ഈസ് എ ഗുഡ് എക്സസൈസ് എന്ന് നമ്മൾ പറയുന്നു എന്ന് വിചാരിക്കുക. വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. അപ്പം ഇവിടെ എന്തായി? ഇവിടെ നടക്കുക എന്നല്ല, വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. നടത്തം എന്ന് പറയുന്നത് ഒരു നല്ല എക്സസൈസ് ആണ്. അപ്പം നടത്തം എന്ന് പറയുന്ന ഒരു നൗൺ ആയിട്ട് അവിടെ മാറി. അപ്പം ഈ വാക്കിംഗ് എന്തായി? ഇവിടെ ജെറണ്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം സാധാരണ ഒരു വാക്ക്, അതായത് ഒരു വെർബ് എന്ന് പറയുന്നത് സ്മോക്ക് എന്ന് പറയുന്ന ഒരു വെർബായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ കൂട്ടത്തിൽ ഒരു ING ചേർത്തപ്പോൾ ഇത് പുകവലിക്കുക എന്നതാണ് അല്ലേ? സ്മോക്ക് എന്ന് പറഞ്ഞാൽ പുകവലിക്കുക എന്ന് പറയുന്ന ഒരു ക്രിയയാണ്. സ്മോക്കിംഗ് എന്ന് പറഞ്ഞപ്പോൾ അതെന്തായിട്ട് മാറി? പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അപ്പോൾ പുകവലി എന്ന് പറയുന്നത് എന്താണ്? അതൊരു നൗൺ ഫോമാണ് അല്ലേ? നാമമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. അതേപോലെ തന്നെയാണ് വാക്ക് എന്ന് പറയുന്നത് നടക്കുക. അതെന്താണ്? ഒരു വെർബാണ് വാക്ക് എന്ന് പറയുന്നത്. പക്ഷേ ആ വാക്കിൻ്റെ കൂടെ നമ്മളൊരു ING ചേർത്തിട്ട് വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ് എന്ന് പറഞ്ഞപ്പോൾ വാക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? നടത്തം എന്ന് പറയുമ്പോൾ അതെന്താണ്? അതൊരു നൗൺ ഫോമിലാണ്. അപ്പോൾ ഒരു വെർബിൻ്റെ കൂടെ ING ഫോം ചേർത്തിട്ട് നമ്മൾ ഒരു നൗൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ജെറണ്ട് എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്ത മൂന്നാമത്തെ ടൈപ്പ് എന്തായിരുന്നു? പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയുണ്ട്? പ്രസൻറ്റ് പാർട്ടിസിപ്പിളും ഉണ്ട്, അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ട്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ V1 ഫോമിൻ്റെ കൂടെ ING ചേർക്കുന്നതാണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ വാക്ക് എന്ന് പറയുന്നത് V1 ഫോമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ING നമ്മൾ ചേർക്കുമ്പോൾ വാക്കിംഗ് എന്നായിട്ട് മാറി. അപ്പോൾ ഇതെന്താ? വാക്കിംഗ്, പ്ലേയിങ്, അതെല്ലാം എന്താണ്? ING ഫോം ചേർക്കുമ്പോൾ അത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണെന്ന് നമുക്ക് പറയാം. വാക്കിംഗ്, റണ്ണിങ്, റീഡിങ്, റൈറ്റിംഗ്, ബേസ് ഫോമിൻ്റെ കൂടെ എല്ലാം ING ചേർക്കുകയാണെങ്കിൽ അതിന് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? V3 ഫോമിനെയാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാം. അതായത് ഇപ്പോൾ റൈറ്റിൻ്റെ V3 ഫോം എന്താണ്? റൈറ്റ്, റോട്ട്, റിട്ടൺ അല്ലേ? റിട്ടൺ ആണ് റൈറ്റിൻ്റെ V3 ഫോം. അപ്പോൾ റിട്ടൺ എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഗോയുടെ V3 ഫോം എന്താ? ഗോൺ ആണ് അല്ലേ? ഗോ, വെൻ ടു ഗോൺ എന്നാണ് പറയാം. അപ്പോൾ ഈ V3 ഫോമായിട്ടുള്ള ഗോൺ എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെന്ന് നമുക്ക് പറയാം. വാക്ഡ്, വാക്ഡ് ആണ്. അപ്പം നമുക്ക് ഈ വാക്ഡ് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, V3 ഫോം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന വെർബിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാണ്? ഇൻഫിനിറ്റീവ് പറഞ്ഞു, ജെറണ്ട് പറഞ്ഞു, പാർട്ടിസിപ്പിളും പറഞ്ഞു. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് ഈ ഇൻഫിനിറ്റീവ്, ജെറണ്ട്, ഈ ഭാഗം പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒക്കെ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട് ജെറണ്ടിൻ്റെ ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു സമയത്ത്, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് പഠിക്കുക. ഇപ്പോൾ ഈ ജസ്റ്റ് ഈ ക്ലാസിഫിക്കേഷൻ എന്താണ്, ഓരോന്നും എന്താണെന്നുള്ളത് ബേസ് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ എടുത്ത് ചെയ്യാം. ഇനി നമുക്ക് ഒരു എക്സാമിനെ നമുക്ക് വെർബിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറച്ച് വേർഡ്സ് തരും, 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്നും വെർബ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കാറുള്ള ആദ്യത്തെ PYQ ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. തന്നിട്ടുള്ളതിൽ നിന്നും നമുക്ക് വെർബ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ A നമുക്ക് തന്നിരിക്കുന്നത് പ്ലീസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ B തന്നിട്ടുള്ളത് പ്ലസൻറ്റ് ആണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ C തന്നിരിക്കുന്നത് പ്ലഷർ ആണ്. ദെൻ ഓപ്ഷൻ D തന്നിരിക്കുന്നത് പ്ലസൻ്റ്ലി ആണ്, പ്ലസൻ്റ്ലി. ഇങ്ങനെ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ചൂസ് ദി വെർബ് ഫോം. ഇതിൽ നിന്നും വെർബ് ഏതാണെന്ന് ചൂസ് ചെയ്യണം. എങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം? വെർബ്, അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു വെച്ചേക്കൂ. വെർബ് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന വാക്കുകളുടെ കൂട്ടത്തിൽ ING ഇട്ട് കൊടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു S ചേർത്ത് കൊടുത്ത് നോക്കുക, ED ചേർത്ത് കൊടുത്ത് നോക്കുക. ഈ 3 ഫോമിലൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഏതെങ്കിലും ഒന്ന് ചെക്ക് ചെയ്താലും മതി. അല്ലെങ്കിൽ ഈ 3 ഏതെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക, ആ വേർഡിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നോക്കുക. അത് കറക്റ്റായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതാണ് വെർബ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പ്ലസൻ്റ്ലി എന്നുണ്ട്, പ്ലസൻ്റ്ലിയുടെ കൂടെ ഒരു ING കൂടെ ഇട്ട് നോക്കുക. പ്ലസൻ്റ്ലിയിങ് എന്നൊക്കെ പറയും. അത് അങ്ങനെ ഒരു വേർഡ് ഉണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അടുത്തത് പ്ലഷർ, പ്ലഷറിൻ്റെ കൂടെ ING ഇട്ടാലോ പ്ലഷറിങ് എന്നാവും. പ്ലഷറിങ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഉണ്ടോ? ഇല്ല, അപ്പോൾ അതും വരത്തില്ല. പ്ലസൻറ്റ് എന്നുണ്ട്, പ്ലസൻറ്റിൻ്റെ കൂടെ ING ഇട്ട് കൊടുത്ത് നോക്കിക്കേ. പ്ലസൻറ്റിങ്, അങ്ങനെ ഒരു വേർഡ് ഉണ്ടോ? ഇല്ല. പ്ലീസിൻ്റെ കൂടെ ING ഇട്ടാലോ
പ്ലീസിങ് എന്ന് വരും. അപ്പോൾ നമുക്കത് സ്യൂട്ട് ആവുന്നുണ്ട് അല്ലേ, പ്ലീസിങ്. സോ നമുക്ക് എന്ത് പറ്റും, എന്ത് പറയാം, പ്ലീസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ING ഇട്ട് കൊടുത്ത് നോക്കുക, അല്ലെങ്കിൽ ED ഫോം പ്ലീസ്ഡ്, ഓക്കെ, ED ഫോം ഇട്ട് കൊടുത്ത് നോക്കിയാലും മതി. ING ഫോം ING ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ED ആയാലും S ആയാലും ഏതാണെങ്കിലും ഇട്ട് കൊടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ പ്ലീസിൻ്റെ കൂടെ ING ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പ്ലീസിങ് എന്ന് കിട്ടുന്നുണ്ട് അല്ലേ. സോ പ്ലീസ് ആണ് നമ്മുടെ വെർബ് ഫോം എന്ന് പറയുന്നത് ഈ തന്നിട്ടുള്ള 4 എണ്ണത്തിൽ കേട്ടോ. ഇനി ബാക്കി ആഡ് വെർബ്, അഡ്ജക്റ്റീവ് ഒക്കെ കണ്ടുപിടിക്കാനുണ്ട്. അത് നമ്മൾ ഓരോ ക്ലാസ് ആയിട്ട് പഠിക്കാം. ഇപ്പം നമ്മൾ വെർബിനെ കുറിച്ചാണ് പറയുന്നത്. സോ അതുകൊണ്ട് വെർബിൻ്റെ ഈ ഒരു റൂൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ING ഇട്ട് കൊടുത്ത് നോക്കുക, കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് വെർബാണ്. അപ്പോൾ പ്ലീസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്. ഇനി രണ്ടാമത്തെ ഒരു PYQ നോക്കിയോളൂ. നമ്മളോട് ചോദിച്ചത് ഇങ്ങനെയാണ്, കറേജ്, കറേജ് എന്ന് തന്നു. ഓപ്ഷൻ A കറേജ്, ഓപ്ഷൻ B കറേജസ്, കറേജസ് എന്ന് തന്നു. ഓപ്ഷൻ C എൻകറേജ് എന്ന് തന്നു, എൻകറേജ്. ഓപ്ഷൻ D തന്നത് കറേജസ്ലി, കറേജസ്ലി എന്ന് തന്നു. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതിൽ നിന്ന് വെർബ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ING ഇട്ട് കൊടുത്ത് നോക്കാം അല്ലേ. ആദ്യം കറേജിയസ്ലി അല്ല കറേജ്, കറേജിൻ്റെ കൂടെ ING ഇട്ട് കൊടുത്ത് നോക്കിക്കേ, കറേജിങ് എന്ന് വരും, കറേജിങ്. അപ്പോൾ അത് സ്യൂട്ട് ആവുന്നുണ്ടോ, ഇല്ല. അടുത്തത് കറേജിയസ്, കറേജിയസിൻ്റെ കൂടെ ING ഇട്ട് നോക്കാം, കറേജിയസിങ്, അങ്ങനൊരു വേർഡ് ഉണ്ടോ, ഇല്ല. അടുത്തത് എൻകറേജ്, എൻകറേജിൻ്റെ കൂടെ ING ഇട്ട് കൊടുത്ത് നോക്കിക്കേ, എൻകറേജിങ്, അങ്ങനൊരു വാക്ക് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ അല്ലേ. യെസ്, അപ്പോൾ ING ഇടുമ്പോൾ നമുക്ക് എൻകറേജിങ് എന്ന് കിട്ടുന്നുണ്ട്. സോ ഉത്തരം ഓപ്ഷൻ C ആണ്, കറേജിയസ്ലി. കറേജിയസ്ലിയുടെ കൂടെ ING ഇട്ട കറേജിയസ്ലിങ് എന്നൊക്കെ വരും അല്ലേ. പറയുമ്പോൾ തന്നെ ഒരു വൃത്തികേട് പോലെ ഉണ്ട് അല്ലേ. യെസ്, അപ്പോൾ ഇതും വരത്തില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ, ഓപ്ഷൻ C എൻകറേജ്. എൻകറേജ് ആണ് വെർബ് ഫോം. കാരണം ING ഇടുമ്പോൾ നമുക്ക് ശരിയാവുന്നുണ്ട്. എൻകറേജിൻ്റെ കൂടെ ING ഇടുമ്പോൾ എൻകറേജിങ്. ഇനി നമുക്ക് S ഇട്ട് കൊടുത്താലോ, എൻകറേജസ്. ED ഇട്ട് കൊടുത്താൽ എൻകറേജ്ഡ്. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വേർഡ് നമുക്ക് സ്യൂട്ട് ആവുന്നുണ്ട്. സോ എൻകറേജ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ് ഫോം. ഓക്കെ അല്ലേ. ഇനി അടുത്ത ഒരു PYQ ആണ്, ഇതേപോലെ തന്നെ ചോദിച്ചതാണ്. ഓപ്ഷൻ A ക്രിയേഷൻ, ക്രിയേഷൻ. ഓപ്ഷൻ B ക്രിയേറ്റ്, ക്രിയേറ്റ്. ഓപ്ഷൻ C ക്രിയേറ്റീവ്, ക്രിയേറ്റീവ്. ഓപ്ഷൻ D ക്രിയേറ്റീവ്ലി, ക്രിയേറ്റീവ്ലി. അപ്പോൾ ഇതിൽ നിന്ന് വെർബ് ഫോം കണ്ടുപിടിക്കണം. ആദ്യത്തേത് ക്രിയേഷൻ, ക്രിയേഷൻ്റെ കൂടെ ING ഇട്ട് നോക്കാം, ക്രിയേഷനിങ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ടോ, ഇല്ല. അടുത്ത ക്രിയേറ്റ്, ക്രിയേറ്റിൻ്റെ കൂടെ ING ഇട്ട ക്രിയേറ്റിംഗ്, ശരിയാണ് അല്ലേ. ക്രിയേറ്റിംഗ്, ക്രിയേറ്റഡ്, ക്രിയേറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ഉത്തരം ഓപ്ഷൻ B ആണ്. അടുത്തൊന്ന് വെറുതെ നോക്കാം, ക്രിയേറ്റീവ്, ക്രിയേറ്റീവിൻ്റെ കൂടെ ING ഇട്ടാലോ, ക്രിയേറ്റീവിങ്, അങ്ങനൊരു വേർഡ് ഉണ്ടോ, ഇല്ല. ക്രിയേറ്റീവ്ലി, അതിൻ്റെ കൂടെ ING ഇട്ടാലോ, ക്രിയേറ്റീവ്ലിങ് എന്ന് നമ്മൾ പറയോ, ഇല്ല. അപ്പോൾ ING ഇടുമ്പോൾ സ്യൂട്ട് ആവുന്നത് ക്രിയേറ്റിന് മാത്രമാണ്. സോ ഉത്തരം ഓപ്ഷൻ B ആണ്, ക്രിയേറ്റ് ആണ് ഇവിടുത്തെ വെർബ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ ആണ്. ഓപ്ഷൻ A തന്നിട്ടുണ്ടായിരുന്നത് ബ്യൂട്ടിഫുൾ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ബ്യൂട്ടിഫൈ എന്ന് തന്നിട്ടുണ്ട്, ബ്യൂട്ടിഫൈ. ദെൻ ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫൈ, ബ്യൂട്ടി, ബ്യൂട്ടി എന്ന് തന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളി എന്ന് തന്നിട്ടുണ്ട്, ബ്യൂട്ടിഫുള്ളി എന്ന് തന്നിട്ടുണ്ട്. ഇതിലേതാണ് നമ്മുടെ വെർബ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുള്ളിൻ്റെ കൂടെ ING ചേർത്താൽ ശരിയാവോ, ബ്യൂട്ടിഫുള്ളിങ്, ശരിയാവത്തില്ല. അടുത്ത ബ്യൂട്ടിഫൈ, ബ്യൂട്ടിഫൈയുടെ കൂടെ ബ്യൂട്ടിഫൈയിങ് വരും അല്ലേ. ING ഇട്ട് കഴിഞ്ഞാൽ ബ്യൂട്ടിഫൈയിങ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. സോ ശരിയാണ്. അടുത്തത് ബ്യൂട്ടി, ബ്യൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ, ബ്യൂട്ടി, ബ്യൂട്ടിയിങ്, ബ്യൂട്ടീഡ്, ബ്യൂട്ടീസ് എന്നൊക്കെ പറയോ, ഇല്ല. അപ്പോൾ അതും തെറ്റാണ്. അടുത്ത ബ്യൂട്ടിഫുള്ളി, ബ്യൂട്ടിഫുള്ളിയിങ് എന്ന് പറയോ, ഇല്ല, അതും തെറ്റാണ്. അപ്പോൾ ബ്യൂട്ടിഫൈയിങ് എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരുന്നത്. സോ ബ്യൂട്ടിഫൈ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ. അടുത്തതും ഇതുപോലെ PYQ ചോദിച്ചതാണ്. കണ്ടിന്യൂറ്റി, കണ്ടിന്യൂറ്റി എന്ന് തന്നിട്ടുണ്ട്. ദെൻ കണ്ടിന്യൂ എന്ന് തന്നിട്ടുണ്ട്. ദെൻ കണ്ടിന്യൂസ് എന്ന് തന്നിട്ടുണ്ട്, കണ്ടിന്യൂസ്. ദെൻ കണ്ടിന്യൂസ്ലി എന്ന് തന്നിട്ടുണ്ട്, കണ്ടിന്യൂസ്ലി. ഇതിലേതാണ് വെർബ്, എങ്ങനെ കണ്ടുപിടിക്കാം, ING ഇട്ട് കൊടുത്ത് നോക്കാം. കണ്ടിന്യൂറ്റിയുടെ കൂടെ ING ഇട്ടാൽ കണ്ടിന്യൂറ്റിയിങ്, ശരിയാണോ, അല്ല. കണ്ടിന്യൂയിങ് അല്ലെങ്കിൽ കണ്ടിന്യൂഡ്, കണ്ടിന്യൂസ്, ശരിയാവുന്നുണ്ടല്ലോ. യെസ്, അപ്പോൾ അത് കറക്റ്റാണ്. അടുത്ത കണ്ടിന്യൂസ്, കണ്ടിന്യൂസിങ്, കണ്ടിന്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് വേർഡ് ഉണ്ടോ, ഇല്ല. അടുത്ത കണ്ടിന്യൂസ്ലി, കണ്ടിന്യൂസ്ലിയിങ്, കണ്ടിന്യൂസ്ലീഡ് എന്ന് പറഞ്ഞിട്ട് വേർഡ് ഉണ്ടോ, ഇല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ, കണ്ടിന്യൂ എന്ന് പറയുന്നതാണ് കറക്റ്റ് അല്ലേ. കണ്ടിന്യൂഡ്, കണ്ടിന്യൂയിങ്, കണ്ടിന്യൂസ് എന്നൊക്കെ പറയുന്നതാണ് കൃത്യമായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ B ആണ്, കണ്ടിന്യൂ ആണ് ഇവിടുത്തെ വെർബ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെർബ് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്.
തന്നിരിക്കുന്ന വേർഡിൻ്റെ കൂടെ ING അല്ലെങ്കിൽ S അല്ലെങ്കിൽ ED ഇട്ട് കൊടുത്ത് നോക്കുക. കറക്റ്റായിട്ട് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ വെർബ് ഫോം. ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. ഓക്കെ, ഇനി അതല്ലാതെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുള്ളത്, ഇങ്ങനെ 2 എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഡാഷ് ആർ ഫോംഡ് ബൈ യൂസിങ് ടു ബിഫോർ ദി വെർബ് ബേസ്. വെർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ മുൻപിൽ ടു കൂടി യൂസ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുൻപ് പഠിച്ചു അല്ലേ, എന്താണ്? ഇൻഫിനിറ്റീവ്സ് നമ്മൾ പഠിച്ചില്ലേ, ഇൻഫിനിറ്റീവ്സ്. അതിൽ ബെയർ ഇൻഫിനിറ്റീവ് ഉണ്ട്, ടു ഇൻഫിനിറ്റീവ് ഉണ്ട് അല്ലേ. അതിൻ്റെ ബേസ് ഫോം, അതായത് ഇപ്പോൾ ഗോ എന്ന് മാത്രമാണെങ്കിൽ അത് ഇൻഫിനിറ്റീവ്, ബെയർ ഇൻഫിനിറ്റീവ് ആണ്. ടു ഗോ അല്ലെങ്കിൽ ടു പ്ലേ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ബേസ് ഫോമിൻ്റെ കൂടെ ടു കൂടെ ചേർത്താൽ അത് ടു ഇൻഫിനിറ്റീവ് ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ ബി, ഇൻഫിനിറ്റീവ്സ് ആണ് അല്ലേ. ഒരു ബേസ് ഫോമിൻ്റെ ഫ്രണ്ടിൽ ടു കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതെന്താണ്? ടു ഇൻഫിനിറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഇൻഫിനിറ്റീവ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിപ്പിച്ച കാര്യം അതേപോലെ തന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു PYQ ആണ്. അടുത്ത PYQ നോക്കിക്കേ. ഐ ഡിസ്ലൈക്ക് ഡാഷ് വാച്ച് TV എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഐ ഡിസ്ലൈക്ക് എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് വരുന്നത്? വാച്ച് എന്ന് പറയുന്നത് ടു വാച്ച് ആണോ, വാച്ചസ് ആണോ, വാച്ച്ഡ് ആണോ, വാച്ചിങ് ആണോ? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കേണ്ടത്, ഇവിടെ ഓൾറെഡി ഒരു വെർബ് ഉണ്ട് അല്ലേ. ഐ ഡിസ്ലൈക്ക് എന്ന് പറയുന്ന ഒരു വെർബ് ഉണ്ട്. അപ്പോൾ ഒരു വെർബ് കഴിഞ്ഞിട്ട് അടുത്തത് എന്തേ വരുള്ളൂ? ജെറണ്ട് ആണ് വരിക. ഓക്കെ, വെർബ് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണ്? ജെറണ്ട് ആണ് വരിക. ഐ ഡിസ്ലൈക്ക് വാച്ചിങ് TV എന്നാണ്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ING ഫോം ചേർത്തത് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? വാച്ചിങ്. ING ഫോം ഓഫ് ദി വെർബാണ് വരിക. ഇവിടെ ഓൾറെഡി ഒരു വെർബ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? ഐ ഡിസ്ലൈക്ക് ടു വാച്ച് TV അല്ല, ഐ ഡിസ്ലൈക്ക് വാച്ചിങ് TV എന്നാണ് കേട്ടോ. ജെറണ്ട് ആണ് വരേണ്ടത്. ഇവിടെ ഓൾറെഡി ഒരു വെർബ് ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത വെർബ് അതുപോലെ വരത്തില്ല. വെർബിൻ്റെ കൂടെ ING ഫോം കൂടെ ചേർത്തിട്ട് നൗൺ ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യേണ്ടത്. ജെറണ്ട് ആണ് ഇവിടെ വരിക. ഐ ഡിസ്ലൈക്ക് വാച്ചിങ് TV എന്നാണ് വരിക. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ വേറെ ടു വാച്ച് വരാതിരുന്നത്? ഇവിടെ ഓൾറെഡി ഒരു വെർബ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനി വെർബായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട, നൗൺ ആയിട്ട് മതി. അതായത് ജെറണ്ട് ഫോം അല്ലേ. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വെർബിൻ്റെ കൂടെ ING ഫോം ചേർത്ത് അതൊരു നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് ജെറണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഐ ഡിസ്ലൈക്ക് എന്ന് പറയുന്ന ഒരു വെർബ് ഫോം ഉള്ളതുകൊണ്ട് വീണ്ടും ഇവിടെ ഒരു വെർബ് വേണ്ട, നൗണ് മതി. അപ്പോൾ നമുക്ക് വാച്ചിങ് ING ഫോം ചേർത്ത് കഴിഞ്ഞാൽ ജെറണ്ട് ആണ്, നൗൺ ഫോം ആണ് അല്ലേ. അപ്പോൾ ഐ ഡിസ്ലൈക്ക് വാച്ചിങ് TV എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒരു വെർബ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എന്താ വരിക? ജെറണ്ട് ആണ് നമ്മൾ പിന്നീട് എഴുതേണ്ടത്, ING ഫോം ആണ് എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടില്ല, കാരണം നമുക്കിനി ഇത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിനി ഇൻഫിനിറ്റീവ് എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ ജെറണ്ട് എങ്ങനെയാണെന്നുള്ളതും ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾ തൽക്കാലം ഇപ്പോൾ വെർബ് എന്താണ്, ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് ബേസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഇത്രയാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്